ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഒൺലി വൺ എന്ന് പറയുന്ന സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഇവരാണെങ്കിൽ ചൈനീസ് ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. ആ സമയം അവരുടെ ടീച്ചർ എങ്ങനെയാണ് ഒരു എസ്സേ എഴുതേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവർക്കാണെങ്കിൽ ഫിസിക്സ് എഡ്യൂക്കേഷൻ പീരീഡ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ സാറാണെങ്കിൽ ഇവരിങ്ങനെ ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും മടുത്തു സാറെന്ന് പറയുന്നുണ്ട്. ആ സമയം സാറ് ഒന്നുമല്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്പോർട്സ് ഡേ വരെയല്ലേ നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളെ തോപ്പിച്ച് ജയിക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. കണ്ടിട്ട് തോന്നുന്നത് ഈ സ്കൂളിൽ ഓരോ ക്ലാസ്സുകൾ തമ്മിലുള്ള മത്സരമെന്നാണ്. അങ്ങനെ അവരാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഗാവോനടുത്തേക്ക് വിളിച്ച് ഒരു ഷീറ്റ് പേപ്പറൊക്കെ കൊടുത്തിട്ട് നീയാണെങ്കിൽ ഓരോ ഇവൻറ്റ്സിന് നിൽക്കുന്നവരുടെ പേരെഴുതിയെടുത്ത് ഫൈനലൈസ് ആക്കിയിട്ട് ലിസ്റ്റ് എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഗാവോ ആണെങ്കിൽ ഓക്കെ നമുക്ക് റിലേക്ക് പെപ്പറിന് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പെപ്പർ ഞാനങ്ങ് വരത്തില്ല, എനിക്കന്ന് പീരീഡ്സ് ആവുന്ന ദിവസമെന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ അങ്ങനെയാണോ അന്ന് ഓടുന്നത്, ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചങ്ങ് കയറ്റുവാണ്. അടുത്ത് ലോങ് ജമ്പിന് ഷെങ്ങിൻ്റെ അടുത്ത് ചാടാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഗാവോ നിന്നെക്കൊണ്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നീ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ജിയാഹോ ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവനവിടെ നടന്നു പോവാണ്. ആ സമയം നമ്മുടെ ഷെങ് ശ്രദ്ധിക്കുന്നുണ്ട്. ഗാവോ അപ്പോൾ ഒരു വർഷവും സ്പോർട്സ് ഡേക്ക് ജിയാഹോയും ടിയാനും പങ്കെടുക്കാറില്ല എന്ന് പറയാണ്. ആ സമയം കറക്റ്റ് ടിയാൻ ഞാൻ ഈ വർഷം പങ്കെടുക്കാമെന്ന് പറയാണ്. ആ സമയം എല്ലാവരും കൂടെ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ടിയാനെ ചേറിയാണ്. അങ്ങനെ ഗാവോ ടിയാൻ്റെ പേര് ഹൈ ജമ്പിന് എഴുതാണ്. അങ്ങനെ ഷെങ് ലോങ് ജമ്പിനും ടിയാൻ ഹൈ ജമ്പിനും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പേരെഴുതുക. ആ സമയം നേരെ ഡയറക്ടറിൻ്റെ മകൻ വന്നിട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്ത് നിനക്കറിയാവോ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത്ത് ഇത്രയും പൊസിഷനിൽ വരുന്ന ഓരോ ക്ലാസ്സിനും ഇത്ര വെച്ച് പോയിൻ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കളിക്കാൻ ഇറങ്ങിയത് നമ്മുടെ ഗാവോ ആയിരുന്നു. എല്ലാവരും അവനെ വിശ്വസിച്ചു. പക്ഷേ അവനൊരു മണ്ണാങ്കട്ടയും കിട്ടില്ല, നമ്മുടെ ക്ലാസ്സിന് ഒരു പോയിൻറ്റും വന്നില്ല. പക്ഷേ ഇപ്രാവശ്യം മത്സരിക്കാൻ നീയും ടിയാനും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതാണ് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷീയാണെങ്കിൽ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കുകയാണ്. ആ സമയം അവൻ്റെ അടുത്തായിട്ട് ഒരു ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സ്നാക്സും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അത് ലൂ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് റൂമിൽ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ ഇരിപ്പുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ എന്താണെന്ന് വെച്ചപ്പോൾ സ്നാക്സാണ് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് ഇംഗ്ലീഷ് ടീച്ചറിന് കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്നാക്സ് കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. അതായത് നേരത്തെ ഇവരെല്ലാവരും സ്പോർട്സിൻ്റെ കാര്യം ഈ സ്റ്റുഡൻസ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജിയാഹോ അവിടെ നടന്നു പോയല്ലോ. ആ സമയം കറക്റ്റ് അവിടെ നമ്മുടെ നിപ്പോട്ടായിരുന്നു. അപ്പോൾ ജിയാഹോ ആണെങ്കിൽ നമ്മുടെ ഷീനെ കണ്ടു. എന്നാൽ ഷീനെ മൈൻഡ് ചെയ്യാതെയാണ് അവൻ അവിടെ നടന്നു പോയത്. അങ്ങനെ ജിയാഹോ പോകുന്ന സമയത്ത് ഷീയാണെങ്കിൽ ജിയാഹോനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ഷീയാണെങ്കിൽ നീയും നിൻ്റെ ഫ്രണ്ട്സുമായിട്ട് അങ്ങ് ഒത്തു പോകുന്നില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജിയാഹോ അതൊന്നും കുഴപ്പമില്ല, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും നടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയം സാറാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നത്, നിനക്ക് ഷെങ്ങിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജിയാഹോ അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയാൻ വന്നേക്കരുത്, ഷെങ്ങിൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടോയെന്ന് പോലും എന്ത് ചോദ്യം, പെട്ടെന്ന് ഒരുത്തം പകുതിക്ക് വന്നിട്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറി വന്നു. ഇത്രയും കാലം എല്ലാവരും എൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ അവൻ വന്ന് കയറിയ സ്പോട്ട് തൊട്ട് എല്ലാവരും അവൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എല്ലാവരുടെ മുന്നിലും അവൻ വലിയവൻ, അവൻ പഠിക്കുന്നവൻ എന്തൊക്കെയായിരുന്നു. ഞാൻ ഈ ഒരു ക്ലാസ്സിലോട്ട് ട്രാൻസ്ഫറായി വന്ന സമയത്ത് ഞാനാണെങ്കിൽ ഇവരുമായിട്ട് ചേർന്ന് ഇവരുമായിട്ട് മിണ്ടാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. ഒരുപാട് മാസങ്ങളെടുത്തിട്ടാണ് ഇവരുമായിട്ട് ഫ്രണ്ട്സ് ആയത്. എന്നാൽ ഷെങ് കയറി വന്നു, സെക്കൻഡുകൾ കൊണ്ട് എല്ലാവരും അവൻ്റെ അടുത്തോട്ട് പോയി. ഇംഗ്ലീഷ് ക്ലാസ്സിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്കോർ, ടിയാൻ പോലും എന്നെ കഴിഞ്ഞ് സെക്കൻഡായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഷെങ് കയറി വന്നപ്പോൾ അവരാണെങ്കിൽ എല്ലാത്തിനും ഫസ്റ്റ് കയറി. എനിക്കിപ്പോൾ ഒരു വിലയില്ലാതെ എൻ്റെ അടുത്തുനിന്ന് ഒരു അബദ്ധം പറ്റി ശരിയാണ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ പോലും എൻ്റെ അടുത്തില്ലാതെ എല്ലാവർക്കും എല്ലാം കമ്പയർ ചെയ്യണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. ആ സമയം സാറ് ഞാൻ ആരും നിന്നെ കമ്പയർ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവനാണെങ്കിൽ കമ്പയർ ചെയ്തില്ലേ, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേനെ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കുമായിരുന്നു, എല്ലാവരും കമ്പയറിന് തന്നെ നിൽക്കുന്നതെന്നൊക്കെ ജിയാഹോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നൊക്കെയുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഷീയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഷീയാണെങ്കിൽ തൊട്ടടുത്തിരുന്ന് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അടുത്ത് അല്ല ഈ ഒരു ടീനേജ് ഏജിൽ നമ്മൾക്കുണ്ടാകുന്ന വിഷമങ്ങളെല്ലാം വലുതാകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടീച്ചറാണെങ്കിൽ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കാൻ, നമുക്ക് ലൈഫ് അങ്ങ് എൻജോയ് ചെയ്താൽ പോയെന്ന് അവൻ്റെ അടുത്തോട്ട് ചെന്നിരുന്നിട്ട് ഇങ്ങനെ പറയാണ്. ഈ സമയം അവനാണെങ്കിൽ ചോദിച്ചതിന് മറുപടി പറയാനായിട്ട് പറഞ്ഞപ്പോൾ ടീച്ചറാണെങ്കിൽ അത് പിന്നെ ടീനേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കളർ പോലെയാണ്, ഓരോ കാലാവസ്ഥ വരുന്നതനുസരിച്ച് അത് തിളങ്ങി മങ്ങിയൊക്കെ നിൽക്കും. നമ്മൾ ആ കൂട്ടത്തിൽ എന്തൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അതങ്ങ് നമ്മൾ ഏറ്റെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നല്ല പൊട്ടത്തരമായ ഉത്തരം, എന്തായാലും നിനക്ക് തീരെ മെച്യൂരിറ്റി ഇല്ലാതെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അതും ഇംഗ്ലീഷ് ടീച്ചർ എനിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ടെന്ന് പറയാണ്. അവർ പണ്ട് തൊട്ടേ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇപ്പോൾ അവർ ആ ഒരു സമയത്ത് കുഞ്ഞു കുട്ടികളെ പോലെ വീണ്ടും നിനക്ക് മെച്യൂരിറ്റി ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അവരുടെ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഇവർ അതായത് നമ്മുടെ ഷെങ്ങൊക്കെ പഠിക്കുന്നത് ക്ലാസ് എ ആണ്. അപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഓരോരുത്തരും ഓരോരോ ടീംസാണ്. അപ്പോൾ ഇവരെല്ലാവരും മത്സരിച്ച് ജയിക്കാൻ കണക്കിന് ഇത് റെഡി ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ ഓരോ ഗ്രൂപ്പ് വരും അവരുടെ ഒരു സ്ലോഗൻ
അങ്ങനെ ഇപ്പം ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ലോഗൻസ് കാണുമല്ലോ. അങ്ങനെ ഓരോ ഗ്രൂപ്പ് അവരുടെ സ്ലോഗൻ പറയാണ്. നമ്മുടെ ക്ലാസ് എ നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും ഇതെല്ലാം ഒരു വിജയം തന്നെയാണ്. അങ്ങനെ ഒരു രീതിയിലൊരു സ്ലോഗനായിരുന്നു. അപ്പോൾ സാറാണെങ്കിൽ ഇത് കേട്ടിട്ട് ആരാടെ ഈ സ്ലോഗൻ ഇട്ടതെന്ന് വെച്ചപ്പോൾ ഗാവോ ആണെങ്കിൽ അത് ഞാനാ സാറേ, നമ്മൾ ജയിച്ചാലും തോറ്റാലും അതൊന്നും അല്ലല്ലോ കാര്യം, പാർട്ടിസിപ്പേഷൻ അല്ലേ മുഖ്യം എന്നൊക്കെ പറയാണ്. ഇതേ സമയം അവരുടെ ടീമിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഗാവോ ഡിസൈൻ ചെയ്ത അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ടീഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു. കാരണം ഇവനാണെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതി പിടിപ്പിച്ചിരുന്നതൊക്കെയെല്ലാം സൂപ്പർ എ, സൂപ്പർ ക്ലാസ് എ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയായിരുന്നു അതിൻ്റെ ബാക്ക് സൈഡിലുണ്ടായിരുന്നു. ഫ്രണ്ട് സൈഡിൽ ജസ്റ്റ് ഒരു ഡിസൈനായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ പൊട്ടത്തരമൊക്കെ എഴുതി വെച്ചിരുന്നത് തന്നെ ആർക്കും ഇടാൻ താല്പര്യമില്ലായിരുന്നു. അതേ ടൈമിലാണ് ഇവരുടെ ഇംഗ്ലീഷ് ടീച്ചർ അങ്ങോട്ടേ വരുന്നത്. ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ സ്റ്റൈലായിട്ട് വന്നതുകൊണ്ട് തന്നെ പിള്ളേരുടെ ടിച്ചറിൻ്റെ കളർ ലുക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ടീച്ചറാണെങ്കിൽ എല്ലാവരും ആ ഷർട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ഷെങ് ഓൾറെഡി ആ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും വീണ്ടും അവൻ ഗാവോരെടുത്ത് ഒന്നുകൂടെ വാങ്ങുകയാണ്. ആ സമയം ഗാവോ നിനക്ക് ഇനി ഇടാനാണോന്ന് വെച്ചപ്പോൾ ഷെങ് എനിക്കല്ല ടിയാനാണെന്ന് പറഞ്ഞിട്ട് അത് ടിയാൻ്റെ കൊടുക്കുകയാണ്. എന്നാൽ ടിയാൻ ഞാൻ ഇടത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഷെങ് നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ വിടത്തില്ല എന്ന് തന്നെ പറയാണ്. അങ്ങനെ ലാസ്റ്റ് ഷെങ് പ്ലീസ് എന്നിങ്ങനെ ഇങ്ങനെ ക്യൂട്ടായിട്ട് പറയാണ്. നമ്മുടെ ഷെങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടിയാന് വേറെ മറുവാക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനും ഇടാണ്. അതിനുശേഷം നമ്മുടെ ഡയറക്ടർ, ടീച്ചേഴ്സ് അവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ ക്ലാസ് ഫോട്ടോ എടുക്കുന്ന പോലെ ഓരോരോ ക്ലാസ്സുകളായിട്ട് എടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവരുടെ ക്ലാസ്സിയെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുത്താൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടറാണെങ്കിൽ അല്ല കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എത്ര സ്കോറായിരുന്നു ഉണ്ടാകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു എന്ന് പറയാണ്. ആ സമയം ഡയറക്ടർ പക്ഷേ ഈ വർഷം കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഉഷാറാണല്ലോ, ഒരു ബെറ്റ് വെക്കാം നമുക്ക്. ഈ വർഷം നിങ്ങളാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരാം, തോറ്റു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ബാത്റൂം ക്ലീൻ ചെയ്യണമെന്ന് പറയണം ഒരാഴ്ചത്തേക്ക്. ആ സമയം പിള്ളേർ അതെന്താ സാറേ അങ്ങനെ, അതൊരു രസമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷീയാണെങ്കിൽ അതേ സാർ നമുക്ക് വേറൊരു ബെറ്റ് വയ്ക്കാം, അതായത് 2 ടീംസിൽ ജയിച്ചാലും തോറ്റാലും ഒരേപോലെ വരുന്ന ഒരു ബെറ്റ് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡയറക്ടറാണെങ്കിൽ എങ്കിൽ ഒരു കാര്യം ചെയ്യാം, റിലേ മത്സരത്തിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് ഇടാതെ ഇതുവഴി എല്ലാം ഗ്രൗണ്ട് ചുറ്റും ഓടാം, ഇനി അഥവാ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ വേണം ഡ്രസ്സ് ഇടാതെ ഗ്രൗണ്ട് ചുറ്റും ഓടാൻ എന്ന് പറയുന്നുണ്ട്. അത് പിള്ളേരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഓരോ ട്രാക്കിലും ഫീൽഡിലായിട്ട് ഓരോരോ മത്സരങ്ങൾ തുടങ്ങുന്നതാണ്. അങ്ങനെ റിലേ റേസ് തുടങ്ങിയപ്പോൾ അതിൻ്റെ നമ്മുടെ ഗാവോ, പെപ്പർ, ഷെങ്, ടിയാൻ ഇവർ 4 പേരായിരുന്നു ക്ലാസ് ചെയ്യുന്ന ഓടുന്നത്. അങ്ങനെ റിലേ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഗാവോണ് ഓടി തുടങ്ങുന്നത്. നല്ല സ്പീഡിന് പോകുന്നുണ്ട്. എന്നാൽ പെപ്പറിന് കിട്ടിയപ്പോഴത്തേക്കും പെപ്പറിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു ഓടുന്ന പെങ്കുച്ചി പെപ്പറിനെ തള്ളിയിടാണ്. അങ്ങനെ പെപ്പർ സ്ലോ ആയി പോവാണ്. അങ്ങനെ അവൾ വീണ്ടും ആ ഒരു സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഓടുന്നുണ്ട്. സ്പീഡിനോട് ഷെങ്ങിൻ്റെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഷെങ് അതിനേക്കാളും സ്പീഡിന് ഓടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടിയാൻ്റെ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷെങ്ങൊക്കെ നന്നായിട്ട് ഓടുന്ന കണ്ടിട്ട് ടിയാൻ്റെ അച്ഛൻ അടിപൊളി എന്നുള്ള രീതിയിൽ ഇരിപ്പുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ടിയാൻ്റെ കിട്ടുമ്പോൾ ടിയാൻ നല്ല സ്പീഡിന് ഓടാണ്. അങ്ങനെ ടിയാൻ ക്ലാസ് ലെയിലുള്ള പയ്യനും മറ്റൊരു പയ്യനുണ്ടായിരുന്നു അവനും ക്ലാസ് ബിയിലുള്ളവരാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഒരേ ലെവലിൽ ഓടുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഫിനിഷിംഗ് ലൈനിൽ ഇവർ ഒരേ സമയത്ത് കടന്നു പോവാണ്. അങ്ങനെ കടന്നു പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഡൗട്ട് ആവുകയാണ് ആര് ഫസ്റ്റ് എത്തി. അങ്ങനെ റിസൾട്ട് അറിയാനായിട്ട് പോവാണ്. റിസൾട്ട് അറിയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ 0.2 സെക്കൻഡ്സ് മുന്നേ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ക്ലാസ് ജയിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഗാവോയും ടിയാനും കൂടെ ഡയറക്ടറിൻ്റെ അടുത്ത്, ഡയറക്ടർ ഞങ്ങൾ ഫസ്റ്റ് വന്നു, അതുകൊണ്ട് തന്നെ ഡയറക്ടർ പറഞ്ഞ വാക്ക് പാലിക്കണം, ഡ്രസ്സില്ലാതെ ഫീൽഡിൽ കൂടെ ഓടണമെന്ന് പറയാണ്. ഉടനെ ഡയറക്ടർ വാക്ക് മാറ്റി പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ റിലേയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഓടൂ എന്നല്ല പറഞ്ഞത്, ഓവറോൾ നിങ്ങൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓടൂ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യം മാറ്റി പറയാണ്. അതുകൊണ്ട് പിള്ളേർ വിശ്വസിച്ച് എന്ന രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷെങ്കാണി ടിയാൻ്റെ തോളിൽ കൈയൊക്കെ ഇട്ടിട്ട് നമ്മൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നടന്നു പോവാണ്. കറക്റ്റ് ടൈമിന് ടിയാൻ്റെ അച്ഛൻ അവൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ടിയാൻ എനിക്കിനോട് സംസാരിക്കേണ്ടെന്ന് പറയാണ്. ആ സമയം ടിയാനാണെങ്കിൽ എനിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെങ്ങിനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽപ്പുണ്ട്. എന്നാൽ നമ്മുടെ ഷെങ്ങിനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇവനോട് സംസാരിക്കേണ്ടെന്ന് പറയാണ്. അങ്ങനെ ഷെങ്ങ് മാറിക്കൊടുക്കണ്ട. നമ്മുടെ ഷെങ്ങിന് നേരത്തെ തന്നെ ടിയാൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളതുകൊണ്ട് ടിയാൻ്റെ അച്ഛനാണ് ഇതെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ടിയാൻ്റെ അച്ഛനാണെങ്കിൽ നിന്നെ ഞാൻ കുറേ അന്വേഷിച്ചടന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ തോളിൽ കൈയൊക്കെ വയ്ക്കാൻ പോകുന്ന സമയത്ത് അവൻ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് അങ്ങ് നടന്ന് നേരെ ഷെങ്ങിൻ്റെ അടുത്തോട് തിരിച്ചു പോവാണ്. അതിനുശേഷം കാണിക്കുന്ന ഓരോ ക്ലാസ്സിലെ പിള്ളേരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് അവർക്കായിട്ട് കൊടുത്തേക്കുന്ന സ്ഥലത്തിരിക്കുന്നതാണ്. അങ്ങനെ നോക്കിയ സമയത്ത് ക്ലാസ് സിയുടെ കൂടെ നിൽക്കേണ്ടത് ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിനെ കാണാനില്ല. ഉടനെ തന്നെ നമ്മുടെ ക്ലാസ് എയിൽ നമ്മുടെ ഷെങ്ങിൻ്റെയൊക്കെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ഹീനെ വിളിച്ചിട്ട് സാർ ഇംഗ്ലീഷ് ടീച്ചറിനെ കണ്ടോ എന്നൊക്കെ നമ്മുടെ ഷീയും ലൂ ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ കണ്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ഷീയും ലൂ ഒക്കെ ഞങ്ങൾ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ബിൽഡിങ്സും ക്ലാസ് റൂമും സ്റ്റാഫ് റൂമും ഒക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ടീച്ചറിനെ കാണുന്നേ ഇല്ല. ഇതേ സമയം ഇംഗ്ലീഷ് ടീച്ചറിനെ ഏതൊക്കെയോ കുറച്ച് 4-5 പയ്യന്മാർ ചേർന്നിട്ട് ഒരു റൂമിലോട്ട് പിടിച്ചോണ്ട് വന്നിരുത്തിയിട്ട് കത്തിയൊക്കെ കാണിച്ചിട്ട് മര്യാദയ്ക്ക് ഡ്രസ്സ് അഴിക്ക്, നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ളതാണ്, നല്ല ടീച്ചർ അതിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളായിട്ട് ഒരുമാതിരി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ അന്ന് നമ്മുടെ ഷെങ്ങിനെ അടിക്കാനായിട്ട് 1-2 പയ്യന്മാർ വന്നില്ല. ആ കൂട്ടത്തിലുള്ള
ടീംസ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ടീച്ചറുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് ഷീയും ലൂവും വരുന്നുണ്ട്. അങ്ങനെ ഇവന്മാരെയൊക്കെ അടിച്ചിട്ടാണ്. അതിനുശേഷം ആ സമയത്ത് നമ്മുടെ ടീച്ചറിൻ്റെ കാല് ഉളുക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ലൂ വന്നിട്ട് ടീച്ചറിൻ്റെ കാലിലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ നേരാക്കി തരാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഷീക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും ദിവസം ഷീയും ടീച്ചറും ഒരുമിച്ചിരിക്കുന്നത് ലൂവിനായിരുന്നു ഇഷ്ടപ്പെടാത്തത്. ഇപ്പം നേരെ തിരിച്ച് സംഭവിക്കുകയാണ്. ലൂവും ടീച്ചറും നിൽക്കുന്നത് പക്ഷെ നമ്മുടെ ഷീക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഷീ ആണെങ്കിൽ ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാണ്. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ നമ്മുടെ ടീച്ചറിൻ്റെ സീറ്റിൽ നമ്മുടെ ലൂ ആണെങ്കിൽ അന്ന് ആ LGBT സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ലൂവിൻ്റെ കപ്പാണെന്ന് ഷീക്കറിയാം. അപ്പോൾ നോക്കിയപ്പോൾ ലൂവിൻ്റെ കപ്പ് ടീച്ചറിൻ്റെ ടേബിളിലിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ലൂ ഉണ്ടാക്കിയ സ്നാക്സ് ഷീ ടീച്ചറിന് കഴിക്കാൻ കൊടുത്തല്ലോ. അപ്പോൾ അതും ടീച്ചറിൻ്റെ ടേബിളിലിരിക്കുന്നു. അപ്പോൾ അവനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. ജലസായി കണ്ടിട്ട് അവന് ലൂവിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ അവനാണെങ്കിൽ അതൊക്കെ നോക്കി നിന്നിട്ട് മെഡിക്കൽ കിറ്റ് എടുത്തുകൊണ്ട് ഇവർക്ക് കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നടന്നു പോവാണ്. ആ സമയം ലൂ ആണെങ്കിൽ അല്ല ഇവ എന്താ ഒന്നും മിണ്ടാതെ നടന്നു പോയെന്നുള്ള രീതിയിൽ നിന്ന ശേഷം ആ മെഡിക്കൽ കിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ടീച്ചറിൻ്റെ കാലിൽ ഇങ്ങനെ മുറിവൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ലൂ ആണെങ്കിൽ ഓക്കെ ആണെന്ന് വെച്ചപ്പോൾ ഓക്കെ ആണ്, പക്ഷേ എനിക്ക് വേദനിക്കുന്നതല്ല അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിയാഹോനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നാണ്. പക്ഷേ ഞാൻ അങ്ങനെയും ചെയ്തില്ല. ഞാനാണെങ്കിൽ ജിയാഹോയ്ക്ക് മാർക്ക് കൂടാനായിട്ട് അവനൊരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ കൊടുത്തു. അവന് ഞാൻ എക്സ്ട്രാ കൂടുതൽ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ലൂ ആണെങ്കിൽ അതൊന്നും തെറ്റല്ല, നിങ്ങൾ ഒരു ടീച്ചറാണ്, അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഡയറക്ടറിനെ കാണിക്കുമ്പോൾ ഡയറക്ടറാണെങ്കിൽ ഒരു ബെറ്റ് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവരെ ക്ലാസ് ജയിക്കുമോ ഇല്ല എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ഇവരെ ക്ലാസ് ഇപ്പോൾ ഫസ്റ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഡയറക്ടറിന് പേടിയാവണം, ദൈവമേ ഞാൻ മിക്കവാറും ഡ്രസ്സില്ലാതെ ഓടേണ്ടി വരുമല്ലോ എന്ന്. അങ്ങനെ അതിനുശേഷം ഇവരെ കാണിക്കുമ്പോൾ നമ്മുടെ ഗാവോ റേസിങ്ങിൽ ഫസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം ടിയാനെ കാണിക്കുമ്പോൾ അവൻ ഹൈ ജമ്പിൽ ഫസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം ഷെങ്ങിനെ കാണിക്കുമ്പോൾ അവൻ്റെ ലോങ് ജമ്പാണ് ലാസ്റ്റത്തെ പരിപാടി. അപ്പോൾ അവനും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്ലാസ് ഫസ്റ്റ് വരെയാണ്. അങ്ങനെ ഷെങ്ങാണെങ്കിൽ അവൻ്റെ ഫസ്റ്റ് ട്രൈ, സെക്കൻഡ് ട്രൈ, തേർഡ് ട്രൈ അങ്ങനെ ഓടുവാണ്. അങ്ങനെ തേർഡ് ലാസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ അതിൽ ഓടിയിട്ട് അവൻ അങ്ങനെ ഫസ്റ്റ് വരുന്നുണ്ട്. എന്നാൽ തേർഡ് ട്രൈയിൽ ഓടിയപ്പോൾ അവൻ്റെ കാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉളുക്കി. അങ്ങനെ അവന് നേരെ നടക്കാൻ പറ്റുന്നില്ല എന്തായാലും. പക്ഷേ ഇവരുടെ ക്ലാസ് ഇപ്പോൾ ഫസ്റ്റ് വന്നൊക്കെയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ ഷെങ്ങിൻ്റെ അടുത്ത് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ കാലിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും എൻജോയ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ലൂവിനെയും ടീച്ചറിനെയും കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇത്ര നേരമായിട്ട് ഷീനെ കാണുന്നുണ്ട്. ഇവ ഇത് എവിടെയെന്നുള്ള പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയം ടീച്ചറാണെങ്കിൽ ഞാനിപ്പോൾ ഓക്കെയാണ് നടന്നോളാം എന്ന് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് നടക്കാണ്. ആ സമയം ഷീ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് എവിടെ പോയെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞല്ലേ, വിഷമമുണ്ട്, ഞാൻ ഫുഡ് കഴിച്ചു എന്ന് പറയാണ്. അതായത് നമ്മുടെ ഷീ ആണെങ്കിൽ നമ്മുടെ ലൂ ഉണ്ടാക്കിയ സ്നാക്സ് ടീച്ചറിന് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ടീച്ചർ കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറാണെങ്കിൽ എടാ നിനക്കത് വേണ്ടെന്നല്ലേ പറഞ്ഞു, എന്നിട്ട് നീ അതിനടുത്ത് കഴിച്ചെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ടീച്ചറും ഷീയും ഇൻട്രാക്ഷൻ നമ്മുടെ ലൂവിന് ജലസാവുന്നുണ്ട്. അതുപോലെ തന്നെ ലൂവും ടീച്ചറും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഷീക്കും ജലസാവുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവരുടെ ഒരു സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലൊരു മത്സരമാണ്. അതായത് രണ്ട് സ്റ്റുഡൻസ് ഒരുമിച്ച് കാലിലിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഓടുന്നൊരു മത്സരം. അപ്പോൾ അതിലാണെങ്കിൽ നമ്മുടെ ഷെങ്ങും ടിയാനുമായിരുന്നു ഒരു ടീം. എന്നാൽ നമ്മുടെ ഷെങ്ങിൻ്റെ കാലിൽ ടിയാൻ കെട്ടുന്ന സമയത്ത് ഷെങ്ങിനാണെങ്കിൽ കാലിനെന്തോ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മുടെ ടിയാന് തോന്നിയിട്ട് ആ കെട്ടഴിച്ചിട്ട് സോക്സ് താഴ്ത്തിയിട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ കാല് നോക്കുകയാണ്. അപ്പം നേരത്തെ കാലിന് ചെറിയൊരു പണിയൊന്നും ആയിരുന്നില്ല, നല്ല പണി ഇട്ടിട്ടുണ്ട്. അവൻ്റെ കാലൊക്കെ നല്ല ചുമന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടിയാന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഷെങ്ങാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ഓക്കെയാണെന്ന് പറയുകയാണ്. എന്നാൽ ടിയാനത് കേൾക്കുന്നില്ല. അവിടെ നിന്നവരുടെ എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് മാറുവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ അടുത്ത് എൻ്റെ തോളിൽ കയറാൻ പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ആ സമയം തന്നെ അവർക്ക് റീപ്ലേസ് ആയിട്ട് നമ്മുടെ ഡയറക്ടറിൻ്റെ മകൻ മറ്റൊരു പയ്യനൊക്കെ വന്ന് നിൽപ്പുണ്ട് മത്സരിക്കാനായിട്ട്. അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് ഇവർ തോറ്റുപോവാണ്. അതായത് ടീച്ചേഴ്സിൻ്റെ മത്സരത്തിൽ ഇവർ തോറ്റത് കൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ ഇവർ തന്നെ ഡയറക്ടറിന് പകരം ഡ്രസ്സില്ലാതെ ഓടേണ്ടി വരും. അങ്ങനെ പിള്ളേരെല്ലാവരും എന്തൊരു കഷ്ടം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം നമ്മൾ ടിയാനാണെങ്കിൽ ഷെങ്ങിനെ നേരെ നമ്മുടെ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ടിയാനാണെങ്കിൽ ഷെങ്ങിനോട് നീയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ തോളിൽ കയറാൻ പറഞ്ഞു, അപ്പോൾ കയറാതിരുന്ന് എന്താണെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ നാണക്കേടല്ലേ എന്ന് വെച്ചപ്പോൾ ടിയാനാണെങ്കിൽ ഇല്ല നാണക്കേടൊന്നുമല്ല, പിന്നെ ഇനുമ്പേ ഞാൻ നിന്നെ എടുത്തിട്ടുള്ളതല്ലേ, നീയാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് തന്നാൽ മതി, ഞാൻ നിന്നെ കൊണ്ടുപോകല്ലോ എന്ന് പറയുകയാണ്. ആ സമയം ഷെങ്ങ് വെറുതെ എന്നെ കളിയാക്കാൻ നോക്കല്ലേ, നിൻ്റെ കഴുത്താണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലായിരിക്കും പിടിച്ച് ഞെക്കിക്കളയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ നീയേ എൻ്റെ കയ്യിലായിരിക്കുന്നത്, നിന്നെ ഞാനും എടുത്ത് എറിയുമെന്ന് പറയുകയാണ്. അതിനുശേഷം അവരുടെ ഒരു നടന്നങ്ങ് പോവുകയാണ്. അങ്ങനെ അവർ മെഡിക്കൽ റൂമിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ഡോക്ടറാണെങ്കിൽ ഇപ്പോൾ കാലിന് കുഴപ്പമില്ല, എന്നാൽ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ നടക്കാനൊന്നും നിൽക്കണ്ട, കാലിന് റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാലിനാണെങ്കിൽ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിയുന്നതോടെ ഷെങ് എഴുന്നേക്കാനായിട്ട് തുടങ്ങാണ്. എന്നാൽ അപ്പം തന്നെ ടിയാൻ അവിടെ ഇരിക്കുക, ഇപ്പോഴേ നീ ഇങ്ങനെ നടക്കല്ലേ, റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പേന എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ ബാൻഡേജിൽ എന്തോ എഴുതാണ്. ഇതേ സമയത്താണ് അങ്ങോട്ട് ഗാവോയും ഡയറക്ടറിൻ്റെ മകനും നമ്മുടെ പെപ്പറും എല്ലാവരും വന്നത്. അങ്ങനെ അവർ വന്നിട്ട് ഇവൻ്റെ കാലിൽ അവരെന്തൊക്കെയോ പടം വരച്ചൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവർ ജയിച്ചോ തോറ്റോ എന്ന് വെച്ചപ്പോൾ തോറ്റു എന്ന് പറയാണ്.
ആ സമയത്ത് ടിയാൻ നമ്മൾ ബെറ്റിൻ്റെ കാര്യം മറന്നുപോയി, വാ അങ്ങോട്ടേക്ക് ചെല്ലാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഷെങ്ങിനെയൊക്കെ പിടിച്ചിട്ട് നേരെ ഗ്രൗണ്ടിലോട്ട് ചെന്നപ്പോൾ ഡയറക്ടർ ഷെങ്ങിൻ്റെ അടുത്ത് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാണ്. ആ സമയം കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷെങ്ങിനെ അവിടെ ബെഞ്ചിൻ്റെ സൈഡിൽ കൊണ്ടിരുത്താൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് ഷെങ്ങിനെ അവിടെ കൊണ്ടിരുത്തുന്നുണ്ട്. ഈ സമയം ടിയാനാണെങ്കിൽ ഒരു ബെറ്റാണ് സാർ, ഞങ്ങൾ ആ ബെറ്റിൽ തോറ്റതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യം ചെയ്തേക്കുമെന്ന് പറയാണ്. ആ സമയം ഡയറക്ടർ ആണെങ്കിൽ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ഈ സമയം അവിടെ ഷീയൊക്കെ ആണെങ്കിൽ ഇവന്മാർ ശരിക്കും ഡ്രസ്സില്ലാതെ ഓട്ടമുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചെക്കന്മാരെല്ലാവരും കൂടെ തന്നെ എല്ലാവരും കൂടെ പെട്ടെന്ന് ഡ്രസ്സ് അഴിക്കുകയാണ്. നമ്മുടെ ഗേൾസൊന്നും അതിലില്ല, ബോയ്സ് മാത്രം. പിന്നെ ഷെങ്ങിന് കാല് വയ്യാത്തതുകൊണ്ട് അവനും മാറിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ആ ക്ലാസ്സിലുള്ള എല്ലാ ബോയ്സും ഉണ്ട്, നമ്മുടെ ടിയാനും എല്ലാവരും ഉണ്ട്. എല്ലാവരും തന്നെ ഡ്രസ്സും പാൻറ്റും മൊത്തത്തിൽ അഴിക്കുകയാണ്. അവർ ഒരു ഡ്രസ്സും ഇട്ടിട്ടില്ല. എന്നിട്ട് അവരങ്ങ് ട്രാക്കിൽ കൂടെ ഓടുവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഷെങ്ങാണെങ്കിൽ ഇതെന്താ ഈശ്വര എങ്ങനെയെന്നുള്ള രീതിയിൽ ഇരിപ്പുണ്ട്. നമ്മുടെ പെപ്പറും എല്ലാവരും കൂടെ ആയിട്ട് കണ്ണടച്ചിരിക്കുകയാണ്, എന്നാൽ ഇടയിൽ കൂടെ നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ എൻ്റെ ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നൊരു ബൈ.